ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്, അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത്? താഴെ പറയുന്നവയിൽ ഷെല്ലുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ? താഴെ പറയുന്നവയിൽ ഷെല്ലുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ഊർജ്ജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. ഓപ്ഷൻ ബി, ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുന്നു. ഓപ്ഷൻ സി, KLMN എന്നിങ്ങനെയാണ് ഷെല്ലുകൾ നാമകരണം ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി, K ഷെല്ലിൽ ഒഴികെയുള്ള എല്ലാ ഷെല്ലുകളിലും ഒന്നിലധികം സബ് ഷെല്ലുകൾ ഉണ്ട്. ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരി തന്നെയാണ് കേട്ടോ, പഠിച്ചോളണേ. അപ്പോൾ നമുക്ക് നോക്കാം. ഊർജ്ജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. ഊർജ്ജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിലെ ഇലക്ട്രോണുകൾ നിറയുന്നത്. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുന്നു. അതായത് ന്യൂക്ലിയസിന്റെ അടുത്തോട്ട് വരും തോറും ന്യൂക്ലിയസ് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോണുകളെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. എന്നാൽ ന്യൂക്ലിയസിൽ നിന്നും അകലത്തിലിരിക്കുന്ന ഷെല്ലുകളുടെ ഇലക്ട്രോണുകൾക്ക് എപ്പോഴും ഊർജം എന്തായിരിക്കും, കൂടുതലായിരിക്കും. KLMN എന്നിങ്ങനെയാണ് ഷെല്ലുകൾ നാമകരണം ചെയ്യുന്നത്. KLMN എന്നിങ്ങനെയാണ് ഷെല്ലുകൾ നാമകരണം ചെയ്യുന്നത്. K ഷെൽ ഒഴികെയുള്ള എല്ലാ ഷെല്ലുകളിലും ഒന്നിലധികം സബ് ഷെല്ലുകൾ ഉണ്ട്. പഠിച്ചോളണേ. K ഷെല്ലിൽ ഒഴികെയുള്ള ബാക്കി എല്ലാ ഷെല്ലുകളിലും ഒന്നിലധികം സബ് ഷെല്ലുകൾ ഉണ്ട്. പഠിക്കുക. K ഷെല്ലിന് എന്തില്ല, സബ് ഷെല്ലില്ല. ഇപ്പോഴൊക്കെ പഠിച്ചോളണേ. K ഷെല്ലിന് സബ് ഷെല്ലുകൾ ഇല്ല. K ഷെൽ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഷെല്ലുകളിലും ഒന്നിലധികം സബ് ഷെല്ലുകൾ ഉണ്ട്. പഠിക്കുക. ഇനി പറയാൻ പോകുന്ന പോയിന്റ് നന്നായിട്ട് സുഹൃത്തുക്കൾ പഠിക്കണം. കാരണം നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ കൊടുത്തിരിക്കുന്നത് എടുത്തങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. അത്രയും ഇമ്പോർട്ടന്റ് ഉള്ള പോയിന്റ് ആണ് ഇത്. ഏകദേശം 50-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്. വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി സ്വർണ്ണ ജയന്തി ഹഷാരി റോസ്ഗാർ യോജന. പഠിച്ചോളുക. എവിടത്തെയാണ്? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക്. അങ്ങനെ തന്നെ പഠിക്കണേ. അല്ല തൊഴിൽ രഹിതരെന്ന് മാത്രം പഠിച്ചോണ്ട് പോവല്ലേ, തെറ്റി നിങ്ങൾക്ക്. തൊഴിൽ രഹിതരെന്ന് മാത്രം പഠിക്കരുത്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഹഷാരി റോസ്ഗാർ യോജന. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ കേന്ദ്ര സർക്കാർ പദ്ധതി ഊന്നൽ നൽകുന്നു. എന്തിനാ ഈ കേന്ദ്ര സർക്കാർ പദ്ധതി ഊന്നൽ നൽകുന്നത്? സ്വയം തൊഴിലെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി. അടുത്ത പദ്ധതിയാണ് ഉച്ചഭക്ഷണ പരിപാടി. എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഉച്ചഭക്ഷണ പദ്ധതി എന്നുള്ളത് മറക്കരുത്. എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഉച്ചഭക്ഷണ പരിപാടി എന്ന് പറയുന്നത്. സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ഭക്ഷണം ഉറപ്പുവരുത്തുന്നതും ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, മറക്കരുത്. സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ഭക്ഷണങ്ങൾ കുട്ടികളിൽ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതും ഈ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. അടുത്ത പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. എന്താ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം സഹായ സംഘങ്ങൾക്ക് ധനസഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്ന് പറയുന്നത്. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡി ഇനത്തിലൂടെയും സ്വയം സഹായ സംഘങ്ങൾക്ക് പണം നൽകുന്നു ഈ പദ്ധതിയിലൂടെ. അപ്പോ ഈ പദ്ധതിയിലൂടെ ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡി ഇനത്തിലൂടെയും സ്വയം സഹായ സംഘങ്ങൾക്ക് പണം നൽകുന്നു. സംയോജിത ശിശു വികസന പദ്ധതി, അത് 100-ൽ കൂടുതൽ തവണ
ചോദിച്ച ചോദ്യമാണ്. സംയോജിത ശിശു വികസന പദ്ധതി അംഗൻവാടികൾ മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അംഗൻവാടികൾ മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഗർഭിണിയായ സ്ത്രീകൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഇവർക്കാണ് ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നത്. ഇതങ്ങ് കാണാതെ പഠിച്ചു വെച്ചോളണേ. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്, ഗർഭിണിയായ സ്ത്രീകൾക്ക്, മുലയൂട്ടുന്ന അമ്മമാർ, ഇവർക്കാണ് ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നത്. ഒന്നുകൂടി ഓടിച്ചു പറയാൻ ശ്രദ്ധിച്ചോളാം സുഹൃത്തുക്കളെ. നഗരത്തിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി സ്വർണ്ണ ജയന്തി ഹഷാരി റോസ്ഗാർ യോജന. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ പദ്ധതി എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഉച്ചഭക്ഷണ പരിപാടി എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ഭക്ഷണം കുട്ടികളിൽ എത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്ന് പറയുന്നത്. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡി ഇനത്തിലൂടെയും സ്വയം സഹായ സംഘങ്ങൾക്ക് പണം നൽകുന്ന പദ്ധതിയാണിത്. അടുത്തത് സംയോജിത ശിശു വികസന പദ്ധതി. അംഗൻവാടികൾ മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. 6 വയസ്സ് താഴെയുള്ള കുട്ടികള്, ഗർഭിണിയായ സ്ത്രീകള്, മുലയൂട്ടുന്ന അമ്മമാർ, ഇവർക്കാണ് ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നത്. മേൽപ്പറഞ്ഞവർക്ക് കൃത്യമായ രീതിയിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത, മറക്കരുത്. അടുത്തതാണ് അന്നപൂർണ പദ്ധതി. എന്താ അന്നപൂർണ പദ്ധതി എന്ന് നമുക്ക് നോക്കാം. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളെ ഉദ്ദേശിച്ചുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് അന്നപൂർണ പദ്ധതി. ഈ 65 അണ്ടർലൈൻ ചെയ്തങ്ങ് മനസ്സിൽ വെച്ചോളണം കേട്ടോ. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളെ ഉദ്ദേശിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അന്നപൂർണ പദ്ധതി. അന്നപൂർണ പദ്ധതി പ്രകാരം എല്ലാ മാസവും 10 കിലോ അരി റേഷൻ കട മുഖാന്തരം ലഭ്യമാക്കുന്നു. മറക്കരുത്, അന്നപൂർണ പദ്ധതി പ്രകാരം എല്ലാ മാസവും 10 കിലോ അരി റേഷൻ കടകൾ മുഖാന്തരം എന്ത് ചെയ്യുന്നു? നൽകപ്പെടുന്നു. അന്ത്യോദയ അന്ന യോജന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത്. പ്രതിമാസം 35 കിലോ അരി 3 രൂപയ്ക്കും അല്ലെങ്കിൽ ഗോതമ്പ് 2 രൂപയ്ക്കും നൽകുന്ന പദ്ധതിയാണിത്. ഇതാണ് പഠിച്ചു വെക്കാനുള്ളത്. ഈ ഭാഗത്ത് നിന്ന് PSC ചോദിച്ചിട്ടുണ്ട്. പ്രതിമാസം 35 കിലോ അരി 3 രൂപ എന്ന നിരക്കിലോ അല്ലെങ്കിൽ ഗോതമ്പ് 2 രൂപ എന്ന നിരക്കിലോ എന്ത് ചെയ്യുന്നു? അന്ത്യോദയ അന്ന യോജന വഴി നൽകി വരുന്നു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയുമുള്ളവർക്ക് തൊഴിൽ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഈ പദ്ധതി പ്രകാരം ഓരോ വ്യക്തിക്കും 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു. പഠിച്ചു വെച്ചോളണം. ഈ പദ്ധതി പ്രകാരം ഓരോ വ്യക്തിക്കും 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു. 18 വയസ്സ് പൂർത്തിയായവർക്ക് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 18 വയസ്സ് പൂർത്തിയായ ആർക്കും ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോ 2023 കേരളത്തിലെ തൊഴിലുറപ്പിന്റെ തുക എത്രയെന്ന് ചോദിച്ചാൽ, തൊഴിലുറപ്പ് വഴി ലഭിക്കുന്ന ഒരു ദിവസത്തെ വേതനം അല്ലെങ്കിൽ തുക എത്രയെന്ന് ചോദിച്ചാൽ 333 രൂപയാണ് കേട്ടോ. പഠിച്ചു വെച്ചേക്കുക. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ ഒരു വ്യക്തിക്ക് ഒരു ദിവസം ലഭിക്കുന്ന വേതനം എത്രയാണ്? 333 രൂപയാണ്. എത്രയാണ്? 333 രൂപയാണ്. മറക്കരുത്. ഒന്നുകൂടി ഓടിച്ചു പറയുവാണ്. അന്നപൂർണ പദ്ധതി എന്ന് പറയുന്നത് സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളെ ഉദ്ദേശിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അന്നപൂർണ പദ്ധതി പ്രകാരം എല്ലാ മാസവും 10 കിലോ അരി റേഷൻ കടകൾ മുഖാന്തരം നൽകപ്പെടുന്നു. അന്ത്യോദയ അന്ന യോജനയാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം നൽകുന്ന പദ്ധതിയാണിത്. പ്രതിമാസം 35 കിലോ അരി 3 രൂപ നിരക്കിൽ അല്ലെങ്കിൽ ഗോതമ്പ് 2 രൂപ നിരക്കിൽ നൽകുന്ന പദ്ധതിയാണിത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയുമുള്ളവർക്ക് തൊഴിൽ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം ഓരോ വ്യക്തിക്കും 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു. 18 വയസ്സ് പൂർത്തിയായവർക്ക് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. ഇത്രയും പോയിന്റ്സ് ഓർത്തു വെച്ചിരിക്കുക. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. വരയാടുകൾക്ക് പ്രശസ്തമായ കേരളത്തിലെ ദേശീയ ഉദ്യാനം എന്ന് ചോദിച്ചാൽ അത് ഇരവികുളം ദേശീയ ഉദ്യാനം. എന്താണ് വരയാടുകൾക്ക് പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ ദേശീയ ഉദ്യാനം? ഏതാ സുഹൃത്തുക്കളെ? ഇരവികുളം ദേശീയ ഉദ്യാനം. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. കേരളത്തിലെ
കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 5ആണ്. PSCയുടെ ഉത്തരപ്രകാരം 5ആണ്. എന്നാൽ UPSCയുടെ ഉത്തരപ്രകാരം 6ആണ്. മറക്കരുത് കേട്ടോ. PSCയുടെ ഉത്തരപ്രകാരം 5ഉം UPSCയുടെ ഉത്തരപ്രകാരം എത്രയാണ്? 6ആണ്. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതത്തിനെ ഇതുവരെയും കേരള സർക്കാർ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് സുഹൃത്തുക്കൾ ഓർത്തു വെച്ചിരിക്കുക. അതുകൊണ്ട് ചില ടെക്സ്റ്റ് ബുക്കുകളിൽ കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 6 കാണുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇതാണ്, മറക്കരുത്. ഇരവികുളം ദേശീയോദ്യാനം രൂപീകരിച്ച വർഷം 1978. ഇവനങ്ങ് കാണാതെ പഠിച്ചു വെച്ചോളണം കേട്ടോ. ഇരവികുളം ദേശീയോദ്യാനം രൂപീകരിച്ച വർഷം 1978. 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം രൂപീകരിച്ച വർഷം 1984. 150 തവണയിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ചോദ്യം. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. സൈലന്റ് വാലി ദേശീയോദ്യാനം രൂപീകൃതമായ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1984. 1984 രൂപീകരിച്ച സൈലന്റ് വാലി ദേശീയോദ്യാനം 1985 ഉദ്ഘാടനം ചെയ്തത്. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയും. എന്നാൽ സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് രാജീവ് ഗാന്ധിയുമാണ് കേട്ടോ. നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പറഞ്ഞത്. ഓർക്കുക സുഹൃത്തുക്കളെ, സൈലന്റ് വാലി ദേശീയ ഉദ്യാനം രൂപീകരിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1984 ഇന്ദിരാഗാന്ധിയും പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലായിരുന്നു. എന്നാൽ ഈ സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം 1985 ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധിയായിരുന്നു ആ കാലത്ത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഓർക്കുക. മതികെട്ടാൻ ചോല ദേശീയോദ്യാനം, ആനമുടിച്ചോല ദേശീയോദ്യാനം, പാമ്പാടും ചോല ദേശീയോദ്യാനം 2003. ഇതും 100-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്. മതികെട്ടാൻ ചോല ദേശീയോദ്യാനം, ആനമുടിച്ചോല ദേശീയോദ്യാനം, പാമ്പാടും ചോല ദേശീയോദ്യാനം ഇവയെല്ലാം നിലവിൽ വന്ന വർഷം ഒരേ വർഷം തന്നെയാണ്. എത്രയാണ്? 2003. ഇനി പഠിക്കാൻ സുഹൃത്തുക്കൾ ഡൗട്ട് ഉണ്ടെങ്കിൽ 3 അല്ലേ, 3 ദേശീയോദ്യാനങ്ങൾ ഒന്നിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2003 എന്നങ്ങ് പഠിച്ചു വെക്കുക. 3 ദേശീയോദ്യാനങ്ങൾ ഒന്നിച്ചു വന്നുകൊണ്ട് 2003 എന്ത് ചെയ്തത്? നിലവിൽ വന്നതെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇനി കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കള്. ഇരയെ കണ്ടു സൈലന്റ് ആയി മതിൽ പോലെ നിന്ന ആന പാമ്പ് പോലെ ആയി എന്നങ്ങ് പഠിച്ചു വെക്കുക. എന്താ നമ്മുടെ ദേശീയ ഉദ്യാനങ്ങളുടെ കോഡ്? ഇരയെ കണ്ടു സൈലന്റ് ആയി മതിൽ പോലെ നിന്ന ആന പാമ്പ് പോലെ ആയി എന്നങ്ങ് പഠിച്ചു വെക്കുക. പാടുണ്ടോ സുഹൃത്തുക്കളെ? ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമുക്ക് അവന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ഇരയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരവികുളം ദേശീയോദ്യാനം. ഇരയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇരവികുളം ദേശീയോദ്യാനം. സൈലന്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് വാലി ദേശീയോദ്യാനം. മതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതികെട്ടാൻ ചോല ദേശീയോദ്യാനം. മതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതികെട്ടാൻ ചോല ദേശീയോദ്യാനം. ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനമുടിച്ചോല. ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനമുടിച്ചോല. പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പാടും ചോല ദേശീയോദ്യാനം. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഒന്നുകൂടി കോഡ് പറയുവാണ്. ഇരയെ കണ്ടു സൈലന്റ് ആയി മതിൽ പോലെ നിന്ന ആന പാമ്പ് പോലെയായി. ഇതിൽ ഇര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരവികുളം ദേശീയോദ്യാനം, സൈലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് വാലി ദേശീയോദ്യാനം, മതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിൽ കെട്ടാൻ ചോല ദേശീയോദ്യാനം, ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനമുടിച്ചോല ദേശീയോദ്യാനം, പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പാടും ചോല ദേശീയോദ്യാനം. മറക്കരുത്. ഇത്രയും പോയിന്റ്സ് സുഹൃത്തുക്കളെ നന്നായിട്ട് പഠിക്കുക. ഇനി ഇവിടെ നിന്ന് PSC ചോദിച്ചുള്ള ചോദ്യം കൂടി ഒന്ന് പറഞ്ഞു തരാം സുഹൃത്തുക്കൾക്ക് വേണ്ടി. ഈ മതികെട്ടാൻ ചോലയും ആനമുടിച്ചോലയും പാമ്പാടും ചോലയും സ്ഥിതി ചെയ്യുന്ന റിസർവ് വനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടുമ്പും ചോലയാണ് കേട്ടോ. അതും PSC ചോദിച്ചിട്ടുണ്ട്, മറക്കരുത്. ഉടുമ്പും ചോല ഏതാണ്? മതികെട്ടാൻ ചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല എന്നീ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന റിസർവ് വനം ഏതെന്ന് ചോദിച്ചാൽ അത് ഉടുമ്പും ചോലയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. അത് PSCയുടെ ഉത്തരപ്രകാരം സൈലന്റ് വാലിയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത്. എന്നാൽ അതിനെ കേരള സർക്കാർ അംഗീകരിക്കാത്തടത്തോളം കാലം സൈലന്റ് വാലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരവികുളം ദേശീയോദ്യാനമാണ്. മറക്കരുത്. അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് പാമ്പാടും ചോലയാണ്. മറക്കരുത്. ആരാണ്? പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് പാമ്പാടും ചോലയാണ്. ഇത്രയും പോയിന്റ് ഈ ഭാഗത്ത് നിന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇനി PSC അതിനുശേഷം ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾക്ക്
ശരീരം ഏറ്റെടുക്കാം ഏതു റിട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എന്താ സുഹൃത്തുക്കളെ? ഹേബിയസ് കോർപ്പസ് ആണ്. അപ്പോ ഓരോ റിട്ടിന്റെയും പ്രത്യേകത എന്തെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ പഠിച്ചിട്ട് വേണം പോകാൻ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ ഒരു സിമ്പിൾ ഐഡിയ പറഞ്ഞു തരാം കേട്ടോ സുഹൃത്തുക്കളെ. ഈ ഹേബിയസ് കോർപ്പസ് എന്നല്ലേ നമ്മൾ പറയുന്നത്, അതിനകത്തൊരു ബി ഉണ്ടല്ലോ. ആ ബി എന്ന് പറയുന്നത് എന്താണ്? ബോഡി ആണെന്ന് അങ്ങ് ആലോചിക്കുക. ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരമാണ്. അപ്പൊ കിട്ടിയല്ലോ, നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരം കിടപ്പുണ്ട്. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നതിലെ ബി എന്ന് പറയുന്നത് നമ്മൾ ബോഡി ആണെന്ന് മനസ്സിലങ്ങ് ആലോചിച്ച് വെച്ചേക്കുക. ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം, മലയാളത്തിൽ എന്താണ്? ശരീരം. അപ്പോ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന് പറയുന്ന റിട്ട് എന്ന് ചോദിച്ചാൽ അത് ഹേബിയസ് കോർപ്പസ് ആണ്, മറക്കരുത്. മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം. മാൻ ആണ് കൽപ്പിക്കാൻ പവർ കൂടുതൽ എന്നൊക്കെ പഠിക്കുക. മാന് കൽപ്പിക്കാനുള്ള പവർ കൂടുതലാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം കൽപ്പിക്കുന്നു. ഇത് നമ്മൾ കോഡിന് വേണ്ടി മാത്രം പറയുന്നതാണ് സുഹൃത്തുക്കൾ, ഓർത്ത് വെച്ചിരിക്കുക. മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ ആണ് കൽപ്പിക്കാൻ പവർ കൂടുതൽ എന്നങ്ങ് ഓർത്ത് വെച്ചിരിക്കുക. മാൻഡമസ് എന്ന് വെച്ചാൽ നാം കൽപ്പിക്കുന്നു. പ്രൊഹിബിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കുക. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. സ്മോക്കിംഗ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ വിലക്കുക എന്നാണ് അർത്ഥം. പ്രൊഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എന്തെങ്കിലും ഒരു കാര്യത്തെ വിലക്കുക എന്നാണ്. സെർഷ്യോററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക. സെർഷ്യോററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക എന്നാണ്. സെർഷ്യോററി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക എന്നുള്ളതാണ്. ക്യോ വാറന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അധികാരത്തിൽ എന്നാണ്. ക്യോ വാറന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്ത് അധികാരത്തിൽ എന്നാണ് അർത്ഥം. ഇത് പഠിക്കാൻ സുഹൃത്തുക്കൾക്ക് ഒരു ഈസി ഐഡിയ പറഞ്ഞു തരാം. ഈ ക്യോ എന്ന് പറയുന്നതിനെ നമ്മൾ ക്യാ എന്നാക്കി കഴിഞ്ഞാൽ അത് ഹിന്ദി വാക്കായില്ലേ സുഹൃത്തുക്കളെ? ക്യോ എന്നുള്ളതിനെ ഞാൻ എന്താക്കി? ക്യാ എന്നാക്കി. ക്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? എന്തെന്നാണ് ചോദിക്കുന്നത് അല്ലെ? ക്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നല്ലേ ഹിന്ദിയിൽ അർത്ഥം വരുന്നത്? ക്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്നാണ് ഹിന്ദിയിൽ അർത്ഥം വരുന്നത്. അപ്പോ ക്യാ വാറന്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് അധികാരത്തിൽ എന്നർത്ഥം വരുന്നു. ക്യാ വാറന്റോ എന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പോ തന്നെ ക്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്ന് നമ്മുടെ മനസ്സിൽ വരണം. എന്ത് അധികാരത്തിൽ എന്ന്. അപ്പൊ വളരെ ഈസി ആയിട്ട് നമ്മൾ ഇത്രയും ഭാഗം പഠിച്ചല്ലോ. എല്ലാ LGS ലെവൽ എക്സാമിനും ചോദിക്കുന്ന ചോദ്യമാണ്. ഇവയെല്ലാം 100ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യവുമാണ്. അതുകൊണ്ട് ഈസി ആണെന്ന് കരുതുന്ന സുഹൃത്തുക്കളെ നന്നായിട്ട് പഠിക്കുക. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം കൽപ്പിക്കുന്നു. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കുക എന്നാണ് അർത്ഥം. സെർഷ്യോററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക എന്നാണ്. ക്യോ വാറന്റോനെ നമ്മൾ ക്യാ വാറന്റോ എന്ന് പറയുന്നു. അത് എന്ത് അധികാരത്തിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ദാദാഭായ് നവറോജി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. 100ൽ കൂടുതൽ തവണ PSC ചോദിച്ച ചോദ്യം. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും കണക്കാക്കിയ വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും കണക്കാക്കിയ വ്യക്തിയായിരുന്നു ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. 100ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ദാദാഭായ് നവറോജി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ദാദാഭായ് നവറോജി. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ദാദാഭായ് നവറോജി. രാഷ്ട്രതന്ത്രത്തിന്റെയും ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. മറക്കരുത്, രാഷ്ട്രതന്ത്രത്തിന്റെയും അതുപോലെ തന്നെ ധനതത്വശാസ്ത്രത്തിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ കേട്ടോ. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. 100ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയിരിക്കുന്ന ചോദ്യം. അതുപോലെ ഇപ്പോൾ ട്രെൻഡിംഗ് കിടക്കുന്ന ചോദ്യമാണ്. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസിലെ പാഴ്സി മതക്കാരനായ ആദ്യ പ്രസിഡന്റ് ദാദാഭായ് നവറോജി. പണ്ടുകാലത്ത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. കോൺഗ്രസിലെ പാഴ്സി മതക്കാരനായ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. ഒന്നുകൂടി പറയുവാണ്,
ചോദ്യമാണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. അദ്ദേഹം എവിടെയാണ് രൂപീകരിച്ചത്? ലണ്ടനിലായിരുന്നു കേട്ടോ, മറക്കരുത്. ദാദാഭായ് നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് എവിടെയാണ്? ലണ്ടനിലാണ്. എവിടെയാണ്? ലണ്ടനിലാണ്, മറക്കരുത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും കണക്കാക്കിയ വ്യക്തി ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ദാദാഭായ് നവറോജി. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ദാദാഭായ് നവറോജി. രാഷ്ട്രതന്ത്രത്തിന്റെയും ഇന്ത്യൻ ധനതത്വശാസ്ത്രത്തിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. കോൺഗ്രസിലെ പാഴ്സി മതക്കാരനായിട്ടുള്ള ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ INCയുടെ ആദ്യത്തെ പാഴ്സി മതക്കാരനായ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങളാണ്. സുഹൃത്തുക്കൾ, ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. ഈ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരള PSC 100-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ചുള്ള വർഷങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ. ശ്രദ്ധിക്കുക. ഹിന്ദു മാരേജ് ആക്ട് നിലവിൽ വന്നത് 1955. ഹിന്ദു മാരേജ് ആക്ട് നിലവിൽ വന്നത് 1955. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956. സ്ത്രീധന നിരോധന നിയമം 1961. സ്ത്രീധന നിരോധന നിയമം എത്രയാ വർഷം സുഹൃത്തുക്കളെ? 1961. ഇത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക സുഹൃത്തുക്കള്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. സ്ത്രീധന നിരോധന നിയമം വന്നത് 1961. വന്യജീവി സംരക്ഷണ നിയമം 1972. വന്യജീവി സംരക്ഷണ നിയമം 1972. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. വന്യജീവി സംരക്ഷണ നിയമമാണെങ്കിൽ 1972, പരിസ്ഥിതി സംരക്ഷണ നിയമമാണെങ്കിൽ അത് 1986. പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമം 1989. പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമം 1989. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഇപ്പോഴും ട്രെൻഡിംഗിൽ ഇരിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യ IT ആക്ട് വന്നത് 2000. ഇന്ത്യൻ IT ആക്ട് വന്നത് 2000. 150-ൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപോലെ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യൻ IT ആക്ട് നിലവിൽ വന്ന വർഷം 2000 ആണ്. ഗാർഹിക പീഡന നിരോധന നിയമം 2005. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആ പറയുന്നത് ഗാർഹിക പീഡന നിരോധന നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2005. വിവരാവകാശ നിയമം വീണ്ടും ഇമ്പോർട്ടന്റ് പോയിന്റ് 2005 നിലവിൽ വന്നു. അപ്പോ ഗാർഹിക പീഡന നിരോധന നിയമം 2005 നിലവിൽ വന്നു. വിവരാവകാശ നിയമവും 2005 എന്ത് ചെയ്തു? നിലവിൽ വന്നു. ഒറ്റ പോയിന്റ് പഠിച്ചാൽ മതി. വിവരമില്ലാത്തവനാണ് ഗാർഹിക പീഡനം നടത്തുന്നതെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. വിവരമില്ലാത്തവൻ എന്ത് ചെയ്യും? ഗാർഹിക പീഡനം നടത്തും. ഗാർഹിക പീഡന നിരോധന നിയമവും വിവരാവകാശ നിയമവും നിലവിൽ വന്നത് 2005. ശൈശവ വിവാഹ നിരോധന നിയമം 2006. ശൈശവ വിവാഹ നിരോധന നിയമം നിലവിൽ വന്നത് എത്രയിലാണ്? 2006. പഠിച്ചു വെച്ചിരിക്കുക. ശൈശവ വിവാഹ നിരോധന നിയമം 2006. ഇപ്പോൾ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ്, പഠിക്കുക. ഇത്രയും. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് വ്യാഴമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് ആരാണ്? വ്യാഴമാണ്. ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം വ്യാഴമാണ്. ഭ്രമണവേഗത കൂടിയ ഗ്രഹം വ്യാഴമാണ്. കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം ചോദിച്ചാൽ അതും വ്യാഴമാണ്. ബാഹ്യഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് വ്യാഴമാണ്. ഇനി അന്തർഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭൂമിയാണ് കേട്ടോ. അതാരാണ്? നമ്മുടെ ഭൂമിയാണ്. അന്തർഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് ഭൂമിയാണ്. ഒന്നുകൂടി പറയാം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യാഴമാണ്. ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴമാണ്. ഭ്രമണവേഗത കൂടിയ ഗ്രഹം ചോദിച്ചാൽ വ്യാഴമാണ്. ഭൂഗുരുത്വാകർഷണ ബലം കൂടിയ ഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴമാണ്. ബാഹ്യഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ ഗ്രഹം ചോദിച്ചാൽ അത് വ്യാഴമാണ്. എന്നാൽ അന്തർഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ഭൂമിയാണ്. മറക്കില്ലല്ലോ സുഹൃത്തുക്കളെ. ഇത്രയും പോയിന്റ് ഓർക്കുക. ഇനി ഗ്രഹങ്ങളുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഗ്രഹങ്ങളുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രഹങ്ങളെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. PSCയുടെ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ്. നമുക്കൊന്ന് നോക്കാം. വ്യാഴമാണ് 1-ാം സ്ഥാനം. ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് വ്യാഴം. അതിനുശേഷം 2-ാം സ്ഥാനത്ത് ശനി, 3-ാം സ്ഥാനത്ത് യുറാനസ്, 4-ാം സ്ഥാനത്ത് നെപ്റ്റ്യൂണ്,
അഞ്ചാം സ്ഥാനത്ത് ഭൂമി. എത്രാം സ്ഥാനത്താണ്? അഞ്ചാം സ്ഥാനത്ത് ഭൂമി. ആറാം സ്ഥാനത്ത് ശുക്രൻ. ഏഴാം സ്ഥാനത്ത് ചൊവ്വ. എട്ടാം സ്ഥാനത്ത് എന്താണ്? ബുധൻ. മൊത്തം 8 ഗ്രഹങ്ങളല്ലേ ഉള്ളൂ. ഫ്ലോട്ടോ ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ മൊത്തം എത്രയാണ്? 8 ഗ്രഹങ്ങൾ. അപ്പോ ഗ്രഹത്തിന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തില് ഏറ്റവും വലിയ ഗ്രഹം ആരെന്ന് ചോദിച്ചാൽ വ്യാഴം, ഏറ്റവും ചെറിയ ഗ്രഹം ആരെന്ന് ചോദിച്ചാൽ ബുധനാണ്. ഈ ഭാഗത്ത് നിങ്ങൾ പഠിച്ചു വെക്കാലോ. ഇങ്ങനെയുള്ള വൺ വേർഡ് പോയിന്റ്സ് എല്ലാം ഈ ഭാഗത്ത് നമ്മൾ പറയും. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹം, ഏറ്റവും ചെറിയ ഗ്രഹം ആരെന്ന് ചോദിച്ചാൽ ബുധനാണ്. വ്യാഴം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗ്രഹം ആരാണ്? ശനിയാണ്. ഭൂമിയുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥാനം 5ആണ്. ഭൂമിയുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥാനം എത്രയാണ്? 5ആണ്. ഇനി ഇത് ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. നമുക്ക് കോഡുണ്ട്. ഇത്ര മാത്രം ഓർക്കുക. VSUവിനെ BSc ബുദ്ധിമുട്ടിച്ചു എന്നങ്ങ് പഠിക്കുക. VSUവിനെ BSc എന്ത് ചെയ്തു? ബുദ്ധിമുട്ടിച്ചു എന്നങ്ങ് പഠിക്കുക. VSUവിനെ BSc ബുദ്ധിമുട്ടിച്ചു എന്നങ്ങ് പഠിക്കുക. ഇത് 6-7 തവണയോളം അങ്ങ് എഴുതി പഠിക്കുക. മറക്കരുത്. VSUവിനെ BSc ബുദ്ധിമുട്ടിച്ചു എന്ന് പഠിക്കുക. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിനെ സൂചിപ്പിക്കുന്നു. ഇംഗ്ലീഷിലോട്ട് നമ്മൾ മലയാളീകരിച്ച് എഴുതുമ്പോൾ പറയുന്നതാണ് കേട്ടോ. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം എന്ന് എഴുതുമ്പോൾ വിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് അവിടെ V വന്നത്. ശനി എന്ന് പറയുമ്പോൾ നമ്മൾ എസ്സിലാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. ശനി എന്ന് എഴുതുമ്പോൾ അതുപോലെ യുറാനസിന്റെതാണ് U എന്ന് പറയുന്നത്. അപ്പോൾ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി, U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുറാനസ്. ഇനി നേ, VSU നേ, ആ നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെപ്റ്റ്യൂൺ ആണ് കേട്ടോ. നേ എന്ന് പറഞ്ഞാൽ ആരാണ്? നെപ്റ്റ്യൂൺ ആണ്. BScയിൽ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയാണ്. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രനാണ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വയാണ്. ഇനി ബുദ്ധിമുട്ടിച്ചൂലെ, ബുദ്ധി എന്ന് പറഞ്ഞാൽ ആരാണ്? ബുധനാണ്. ബുദ്ധിമുട്ടിച്ചൂലെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുധനാണ്. ഒന്നുകൂടി പറയാം. VSUവിനെ BSc ബുദ്ധിമുട്ടിച്ചു എന്നങ്ങ് പഠിച്ചു വെക്കുക. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴമാണ്. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാണ്. U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുറാനസ് ആണ്. നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെപ്റ്റ്യൂൺ ആണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയാണ്. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രനാണ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വയാണ്. ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ബുധനാണ്. ഇത്രയും പോയിന്റ്സ് സുഹൃത്തുക്കളെ പഠിച്ചു വെച്ചിരിക്കുക. താഴെ പറയുന്നവയിൽ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിലെ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? റൗലറ്റ് ആക്ട് പുറപ്പെടുവിച്ച വർഷം 1919. റൗലറ്റ് ആക്ട് പുറപ്പെടുവിച്ച വർഷം 1919. ഓപ്ഷൻ ബി. ഈ നിയമപ്രകാരം ഭീകരവാദികളായി സംശയിക്കുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിലാക്കാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്നു. ഓപ്ഷൻ സി. റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഓപ്ഷൻ ഡി. അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്നറിയപ്പെടുന്നത് റൗലറ്റ് ആക്ട് ആണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പഠിക്കാൻ നമുക്ക്. അപ്പോൾ താഴെ പറയുന്നതിൽ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. എല്ലാ പ്രസ്താവനയും ശരിയാണ്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. റൗലറ്റ് ആക്ട് പുറപ്പെടുവിച്ച വർഷം 1919. റൗലറ്റ് ആക്ട് പുറപ്പെടുവിച്ച വർഷം 1919. ഈ നിയമപ്രകാരം ഭീകരവാദികളായി സംശയിക്കുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിൽ വെക്കാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരമുണ്ട്. ഈ നിയമപ്രകാരം അല്ലെങ്കിൽ റൗലറ്റ് ആക്ട് പ്രകാരം ഭീകരവാദികളായി സംശയിക്കുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിലാക്കാൻ ബ്രിട്ടീഷ് സർക്കാരിന് അധികാരമുണ്ടായിരുന്നു. അതുപോലെ തന്നെ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് പഠിച്ചോളനെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കാൻ കാരണം റൗലറ്റ് ആക്ട് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ മാസം 13 പഠിക്കുക. അതുപോലെ തന്നെ അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്നറിയപ്പെടുന്നത് റൗലറ്റ് ആക്ട് ആണ്. അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്നറിയപ്പെടുന്നത് റൗലറ്റ് ആക്ട് ആണ്. താഴെ പറയുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ. 1952 ഏപ്രിൽ മാസം 3 രാജ്യസഭ നിലവിൽ വന്നത്. ഓപ്ഷൻ ബി. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം 12 ആണ്. ഓപ്ഷൻ സി. ഭരണഘടനയുടെ 80-ാം വകുപ്പ് പ്രകാരമാണ് രാജ്യസഭ രൂപീകൃതമായത്. ഓപ്ഷൻ ഡി. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250 ആണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനയും ശരിയാണ് കേട്ടോ. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. 1952 ഏപ്രിൽ 3 രാജ്യസഭ നിലവിൽ വന്നത്. 1952 ഏപ്രിൽ 3 രാജ്യസഭ നിലവിൽ വന്നത്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം 12 ആണ്. പഠിച്ചോളനെ, തെറ്റിപ്പോവല്ലേ. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം 12 ആണ്.
ഭരണഘടനയുടെ 80-ാം വകുപ്പ് അനുസരിച്ച് രാജ്യസഭ രൂപീകൃതമായി. ഭരണഘടനയുടെ 80-ാം വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250 ആണ്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 250 ആണ്. പഠിക്കുക. താഴെ പറയുന്നവയിൽ ലോകസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയില് ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത്. പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ഓപ്ഷൻ ബി. ലോകസഭാ സെക്രട്ടേറിയറ്റിന്റെ നിയന്ത്രണാധികാരി എന്നറിയപ്പെടുന്നത് ലോകസഭാ സ്പീക്കറാണ്. ഓപ്ഷൻ സി. ലോകസഭയുടെ പരവതാനിയുടെ നിറം പച്ചയാണ്. ഓപ്ഷൻ ഡി. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യത്തെ മലയാളി വനിത അമ്മു സ്വാമിനാഥനാണ്. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ ഏതാ ശരി സുഹൃത്തുക്കളെ? എല്ലാ പോയിന്റും ശരിയാണ് കേട്ടോ. എല്ലാ പോയിന്റ്സും ശരിയാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ലോകസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ് കേട്ടോ. പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയും പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്ന രാജ്യസഭയുമാണ് കേട്ടോ. പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭ. ലോകസഭാ സെക്രട്ടേറിയറ്റിനെ നിയന്ത്രിക്കുന്ന വ്യക്തിത്വമാരാണ്? ലോകസഭാ സ്പീക്കറാണ്. ലോകസഭാ സെക്രട്ടേറിയറ്റിന്റെ നിയന്ത്രണാധികാരി എന്നറിയപ്പെടുന്നത് ലോകസഭാ സ്പീക്കറാണ്. ലോകസഭയുടെ പരവതാനിയുടെ നിറം പച്ചയാണ്. ലോകസഭയുടെ പരവതാനിയുടെ നിറം പച്ചയാണ്. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യത്തെ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യത്തെ മലയാളി വനിത അമ്മു സ്വാമിനാഥനാണ് പഠിക്കിയത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.